അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. ഇന്ന് നമ്മൾ ഗോൾഡിന്റെ വീഡിയോസ് ഒന്നുമല്ല, നമ്മളൊരു യാത്രയിലാണ്. എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഡൂഡിനെ അറിയാത്തവരാരുമില്ല അല്ലേ. അൺബോക്സിങ് ഡൂഡിന്റെ വീട് താമസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അത്യാവശ്യം യൂട്യൂബേഴ്സ് ഉണ്ടാവും, അവരുടെ ഫാമിലി എല്ലാവരും ഇന്നാ വിളിച്ചേക്കണം. കഴിഞ്ഞ ആഴ്ച വിളിക്കാൻ പോയതാണെന്ന് വിളിച്ചതുമാണ്. പക്ഷെ അവർക്ക് എന്തോ പെട്ടെന്നൊരു മരിപ്പ് വന്നിട്ട് അവരത് വേണ്ടെന്ന് വെച്ചു, ഈ ഇന്നത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ കുട്ടികളും ഉണ്ട് കേട്ടോ, അവരും പുറകിലുണ്ട്. അപ്പോൾ എന്താ, നമുക്ക് നേരെ പോയാലോ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, അടുപ്പള്ളിയുടെ അടുത്ത് തന്നെയാണ്. ഇവിടെ സ്ഥലം പാലാരിവട്ടമാണോ? കലൂരല്ല, പാലാരിവട്ടം നടുക്കായിട്ട്. ഇവിടെ അടുത്താന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും മാപ്പിട്ടേ പോകുള്ളൂ. അപ്പോൾ അതെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടുത്തെ വിശേഷങ്ങളും. ഡൂഡ് നമ്മുടെ ചങ്കാണ് അല്ലേ, നമ്മുടെ ചങ്ക് ബ്രോയും സിസുമാണ്. പണ്ടോട്ട് നമ്മൾ നേരത്തെ തൊട്ട് അവർക്ക് അറിയാം കേട്ടോ. അവർ അത്രയും സ്നേഹമാണ്. നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ വിളിക്കാനും എല്ലാത്തിനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. അവിടെ ആരൊക്കെ ഉണ്ടാവും അറിയാം. കുറേ പേരൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, എന്നാലും അറിയാത്ത സ്ക്രീനിൽ മാത്രം കണ്ട നമ്മുടെ യൂട്യൂബേഴ്സ് ഉണ്ടാവും, അവരുടെ ഫാമിലീസ് ഉണ്ടാകും, ഉമ്മാനെയൊക്കെ അവരൊക്കെ അറിയാവുന്ന. എന്നാലും നമുക്ക് കാണണം, പരിചയപ്പെടണം. അവർ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ വിട്ടാലോ, അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഞങ്ങൾ കണ്ടുപിടിച്ച് ആരാ വരുന്നത്. ഈ സൗണ്ട് എനിക്ക് കിട്ടൂല കേട്ടോ. എനിക്ക് ആഗ്രഹം ഉണ്ട് പറയാൻ. ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എത്തിയില്ലെങ്കിൽ പിന്നെ ആരെത്താനല്ലേ. എല്ലാരും ഞങ്ങൾ വന്നതിന് മുന്നേ ഫസ്റ്റ് ഞങ്ങളെ വന്നിരിക്കുന്നത്. പക്ഷെ യൂട്യൂബർ സെലിബ്രിറ്റികളിൽ ആദ്യമായിട്ട് എത്തിയ ഇദ്ദേഹമാണ്. അതെനിക്കിഷ്ടമായി. ബാക്കി സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നു. അപ്പൊ ഞങ്ങൾ വീടൊക്കെ കണ്ടോണ്ടിരിക്കണേന്. സൂപ്പർ ഒന്നും പറയാനില്ല, എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. ചെറിയൊരു വീട്, അത്രേ ഉള്ളൂ. അടിപൊളി ഇന്റീരിയർ പൊളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ താഴെ അമ്മച്ചിനോട് പറഞ്ഞു, നല്ല രസമുണ്ട് കാണാൻ. അതെ, ഇവിടെ നിങ്ങളെ കാണാൻ വന്നേക്കണല്ലേട്ടാ, ഉമ്മാനെയും കാണാം, ലാസീനെയും കാണാം. കണ്ട സത്യമായിട്ട് സ്വപ്നം. രണ്ടാമത് സ്വപ്നമാണോ ഒറിജിനൽ ആണോന്ന് അല്ലേ ഇമ്രോസ്? ഓ ജാട. അപ്പൊ ഇവരുടെ കസിൻസ് എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അധികം ഇവരെ പോയി ശല്യപ്പെടുത്തണം ശരിയല്ലല്ലോ. അതെ, പിന്നെ തീർച്ചയായിട്ടും ചിലപ്പോ നാളെ പോളൂ. അപ്പൊ ഓക്കെ, ഞങ്ങൾ വെറുതെ വീട് കാണാൻ കയറിയതാ. എല്ലാരും വന്നോണ്ടിരിക്കണല്ലോ. ഞങ്ങൾക്ക് വീട് പൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പൊളി, സൂപ്പർ ഇന്റീരിയർ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ലുക്കില്. ആണല്ലേ? താഴത്തെ എത്ര ബെഡ്റൂമാ? ഒന്നുള്ളൂ. പൊക്കത്ത് ബാക്കി അല്ലേ? നല്ല സൂപ്പർ ആയിട്ട് ഇന്റീരിയർ ചെയ്തേക്കണം, അടിപൊളിയായിട്ടുണ്ട്. പുറത്തും പക്ഷേ പെട്ടെന്ന് കയറുമെന്ന് പറഞ്ഞാൽ പുറത്ത് മൊത്തത്തിൽ കണ്ടില്ല. അതിന് ഇറങ്ങിയിട്ട് വേണം കാണാൻ. അതെ, ഇറങ്ങിയിട്ട് വേണം കാണാൻ. ദേ ഇമ്രുവിന്റെ കൂട്ടുകാരൻ ഇരിക്കണ് അറ്റത്ത്. ഇമ്രു കണ്ട്. അപ്പൊ ഞങ്ങള് യൂട്യൂബേഴ്സ് ഒക്കെ ഇനി ഫസ്റ്റ് വന്നോ എന്നൊക്കെ ഓർത്ത് ഓക്കെ, നമുക്ക് അടുത്തടുത്തേക്ക് പോവാം. അപ്പൊ നമ്മൾ അടുക്കള സൂപ്പർ. ഇതൊക്കെ ആരും കാണാതിരിക്കാൻ അടച്ചു വെച്ചേക്കണെന്ന് തോന്നുന്നു. നമ്മള് വീടിന്റെ മെയിൻ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. കഴിക്കാൻ വേണ്ടി വന്നു. പക്ഷെ ഫുൾ വൈറ്റ് അല്ലേ, നല്ല രസമുണ്ട്. ഫുൾ വൈറ്റ് ആയതാണ് ഇപ്പൊ ഭയങ്കര. എല്ലായിടത്തും ഫുൾ വൈറ്റ് ആണ് കോമ്പിനേഷൻ. ഭയങ്കര വൈറ്റും ബ്ലാക്കും കൂടെ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഇനി അതെന്താ വർക്ക് ഏരിയ പോലെ അല്ലേ, ജസ്റ്റ് ചെറിയൊരു വർക്ക് ഏരിയ. നമുക്ക് വാഷിംഗ് മെഷീൻ, അതൊക്കെയാണ് ഏറ്റവും. വാഷിംഗ് മെഷീനും ഇപ്പം ഈ അടുക്കളയിൽ ആരും വർക്ക് ചെയ്യൂലല്ലോ, എല്ലാരും ഇതേപോലെ അടുക്കളയിൽ വർക്ക് ചെയ്യും. അതെ,
ഓക്കെ, നമുക്ക് പൊക്കത്തേക്ക് പോയാലോ. ഇതാണ് എന്റെ റൂം. അടിപൊളി അടിപൊളി, സോ സിമ്പിൾ. ഇതൊക്കെ ആരുടെ? അതൊക്കെ നമ്മൾ മേടിച്ചു മേലെ അവിടെ ഷോക്ക് വെച്ച്. പിള്ളേരൊന്നും വരാതിരുന്ന ഭാഗ്യം. അത് കൊള്ളാം, നല്ലൊരു സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള റൂം. സിമ്പിൾ ആയിട്ടുള്ള സാധനം, സിമ്പിൾ, അത് മതി. എന്നാൽ നല്ലൊരു സിമ്പിൾ ആയിരിക്കണം. അല്ലെങ്കിൽ കോമ്പിനേഷനും നല്ല രസമുണ്ട്, യെല്ലോയിഷും നല്ലൊരു ലൈറ്റ് കളർ. അടുത്തത് നമ്മള് ഡൂഡിന്റെ റൂം. ഡൂഡിന്റെ റൂം അങ്ങനെയാണ്. സൂപ്പർ. അമ്മ ഡൂഡ് പൊളിച്ചിട്ടുണ്ടല്ലോ, പൊളിച്ച് സൂപ്പറായിട്ട്. എന്താണ് ഇരിക്കുന്നത്? പ്ലേ ബട്ടൺ. സൂപ്പർ. ഇത് മറ്റേ ഓട്ടോമാറ്റിക്. യെസ്, ഞാൻ വീഡിയോയിൽ കണ്ടായിരുന്നു. അവിടേക്ക് വരൂ, കമോൺ. കർട്ടൻ ഓട്ടോമാറ്റിക് ഓൺ ആക്കാൻ പോവാണ്. ഓണായിരിക്കാണ്, ഓണായിരിക്കാണ്. ഇമ്രു പറഞ്ഞാണ് ഒരെണ്ണം വീട്ടിൽ ഇതേപോലത്തെ മേടിച്ചു വെക്കണം അല്ലേ ഇമ്രു? ഒരെണ്ണം മതി. വിശേഷങ്ങൾ പറഞ്ഞു. ഇത്ര നേരം ഞാൻ തന്നെ പറഞ്ഞോണ്ടിരുന്നു. വീട് ഇഷ്ടപ്പെട്ടോ ചോദിക്കാം. വീട് അടിപൊളിയായിട്ടുണ്ട്. രണ്ടാമത് ചോദ്യത്തിന് നമുക്ക് ആലോചിക്കാന്ന് പറയാം. നമ്മൾ നേരത്തെ പരിചയമുള്ളതല്ലേ. ഒരു പരിപാടിയില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളർന്നു വരുന്ന സബ്സ്ക്രൈബേഴ്സ്. സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. ഇത് ഡൂഡിന്റെ ഫാമിലിയാണ് കേട്ടോ അല്ലേ? അതെ അതെ, ഫാമിലീസ് ആണ്. ഞങ്ങളെപ്പോഴും വീഡിയോസ് കാണാറുണ്ട്, വ്ളോഗ്സ് ഒക്കെ കാണാറുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ പേഴ്സണലി ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ ജാട ഒന്നുമില്ല, വളരെ പാവമാണ്. എല്ലാവരോടും വന്ന് പെട്ടെന്ന് മിങ്കിളാവുന്ന ഒരാളാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ സംസാരിക്കും എന്നുള്ളത്. അല്ല, ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നു. കുറച്ച് ജാടൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതൊന്നും ഇല്ല. വളരെ പാവാണ് ആള്. അപ്പോൾ സംസാരിച്ചതിൽ സന്തോഷം, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇത്താടെ പേഴ്സണൽ ചാനലൊക്കെ ഉണ്ട് കേട്ടോ, യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത്താടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ചാനൽ സദക്കായ്സ് ആണ് പേര്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അതുപോലെ തന്നെ നക്ഷത്ര സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ സഞ്ജു ടെക്കൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ളൂ കേട്ടോ 3:30 ഒച്ച കേട്ടോ. ഭയങ്കര ആർപ്പുളിയാണ് അവർ വന്നതിൻ്റെ സന്തോഷം. അപ്പോൾ വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അത്യാവശ്യം മഴയൊക്കെ വരുന്നുണ്ട്. നേരെ ഷോപ്പിലേക്ക് പോകുന്നു, അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഇവരുടെ ഫാമിലിയാണ്, ഡൂഡിന്റെ ഫാമിലിയാണ് കോഴിക്കോട് നിന്ന് വന്നേക്കണം. നമ്മുടെ മനസ്സിലായിരുന്നില്ല എന്നാണ് ഏറ്റവും ബുദ്ധിമുട്ടായ കാര്യം പറഞ്ഞത്. അത് തീരെ മനസ്സിലാകുന്നില്ല. ഇത്തിരി സ്പീഡ് കൂടുതലാണെന്നല്ലോ. സ്പീഡ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ പ്രത്യേകത. സ്നേഹത്തിന്റെ ഭാഷ ഉണ്ടെന്നുള്ളൂ. അത് തന്നെയാണ് വേണ്ടത്. അതാണ് ജീവിത ലൈഫ്. അതെ. എന്ത് സാഹിത്യമൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ. ഇത്തമാര് പൊറോട്ട കഴിക്കണം. ഇത്തനോട് ചോദിക്കാട്ടാ, നമ്മുടെ ചാനൽസ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. അവിടുന്ന് ആംഗ്യ ഭാഷയല്ല പറഞ്ഞേട്ടാ, നടുക്കിക്കല്ല കാണാറുണ്ട്. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അടിപൊളി ഗോൾഡ് ഒക്കെ നല്ല മോഡല്. അങ്ങോട്ട് നോക്കുന്നില്ല. അത്യാവശ്യം നല്ല മോഡലൊക്കെ വീഡിയോയിൽ കാണലുണ്ട്. അതുപോലെ വാങ്ങാൻ നോക്കിയാലും ഉണ്ട്. ഇച്ചിരി ലോങ് ആണെന്നല്ലോ അല്ലേ? യെസ്, ഇൻഷാല്ലാ. അപ്പൊ കോഴിക്കോട് വരുമ്പോ ഞങ്ങൾ എന്തായാലും അറിയാം. കോഴിക്കോടില്ല. അതന്നെ, അവിടെ വേണം, എന്നാലല്ലേ ഇപ്പൊ ഒരു കോഴിക്കോടുകാർ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ അവിടെ തുടങ്ങുമെന്ന്. തീർച്ചയായിട്ടും വരും അല്ലെ? ഞങ്ങൾക്ക് എല്ലായിടം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പൊ ഇത് നമ്മുടെ ഇത്തടെ ചാനലിന്റെ പേര് നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്. നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉള്ള യൂട്യൂബ് ചാനലിന്റെയും ഇൻസ്റ്റയും ഫേസ്ബുക്ക് ഒക്കെ ഉള്ള ഇത്താണ്. അപ്പൊ ഞാൻ എപ്പോഴും വീഡിയോസ് ഒക്കെ കാണലുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലേ കാണുന്നത്, ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്, പക്ഷെ എവിടെയാന്ന് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. അപ്പൊ പേജ് പറഞ്ഞപ്പോഴാണ് ഞാൻ എപ്പോഴും കാണുന്നതിലുള്ള കാര്യം അറിഞ്ഞത്. അതെ, ഇങ്ങനൊരു ഇതിനാണല്ലോ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ കാണുന്നത്. ഇങ്ങനെ ഒരു മീറ്റപ്പിന് ഇതേപോലെയൊക്കെ വെക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും കൂടെ മീറ്റ് ചെയ്യണത് തന്നെ. എല്ലാവരും സ്ക്രീനിൽ കാണാറുണ്ട്, അല്ലാതെ നേരിട്ട് കാണലില്ലല്ലോ. അതെ, ഇപ്പൊ ഒരുപാട് പേര് നമ്മള് സ്ക്രീനിൽ കണ്ടവരെ നേരിട്ട് കണ്ടൂലേ. നല്ല എന്താ പറയാ, ഭയങ്കര സന്തോഷം തോന്നി. അതെ അതെ, തീർച്ചയായിട്ടും. എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും എല്ലാത്തിലും കൂടെ കാണുമെങ്കിലും നേരിട്ട് കാണാൻ ആ ഒരു ഫീൽ കിട്ടില്ലല്ലോ. അപ്പൊ ഓക്കെ, നമ്മൾ വീണ്ടും ഒരു യൂട്യൂബറിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. പേര് പറഞ്ഞോളൂ, യൂട്യൂബ് ചാനൽ. വിനോദ് ഖാൻ. അടിപൊളിയായിട്ട് ഇൻസ്റ്റയിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള ആളാട്ടോ, നമ്മളെ പോലെയൊന്നും അല്ല. ആൽബങ്ങളൊക്കെ അല്ലേ? ആ അതെ, പുലിയാണ് ആള്, പുലിയാ കാണുന്ന പോലെയല്ല. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടതിലൊക്കെ ഒത്തിരി സന്തോഷം. ഒത്തിരി പേരെ നമ്മൾ പരിചയപ്പെട്ടിട്ട്. ഇവരുടെ ഫാമിലി കോഴിക്കോട് നല്ല അടിപൊളി ഫാമിലി, ഓൾ ഫാമിലി, സൂപ്പർ, നല്ല സ്നേഹമുള്ള ഫാമിലി. എല്ലാവരും നല്ല വർത്താനമായിരുന്നു എല്ലാവരും. അപ്പൊ എല്ലാവരും കണ്ടതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ തീർച്ചയായിട്ടും ഷോപ്പിലേക്ക് വാ ഒരു ദിവസം. അങ്ങനെ നമ്മൾ ജാബറിന്റെ ഷൈമയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവർക്ക് ഞാൻ പരിചയപ്പെടാൻ ചെന്നാണ്, പക്ഷെ അവർക്ക് എന്നെ മനസ്സിലായിട്ട്, അത് കാരണം ഭയങ്കര സന്തോഷമായി. സ്ക്രീനിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. എന്നെ കണ്ടിട്ട് പോയാ മതി അല്ലേ? എന്നെ കണ്ടിട്ട് പോയാ മതി. പിന്നെ ചാനലിൽ കാണലുണ്ട് ഇങ്ങനെ നിങ്ങളെ ജ്വല്ലറിന്റെ അതേ പേരിലൊന്നും ചാനൽ നക്ഷത്ര. പിന്നെ കണ്ടായിരുന്നു. പിന്നെ സാധാരണ ബന്ധം പുതുക്കലൊന്നുമില്ലെങ്കിൽ വൈറ്റില ഇതാണ് സ്ക്രീനിലാണ്. ഇന്നലെ, അതായത് ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ പോലും ഞങ്ങൾക്ക് കണ്ടില്ല സ്ക്രീനിൽ. ഞാനവര് പറഞ്ഞു കൊടുത്തു, ഇന്ന തട്ടം, ഇന്ന ബ്ലൗസ്, ഇന്ന സാരി. അതെ, സാരി ബ്ലൗസ് വരെ ഞാൻ ഉണ്ടാകുന്ന പറഞ്ഞു. അപ്പൊ പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പൊ ഇനിയും കാണാം എന്തായാലും. ഓക്കെടാ. അങ്ങനെ നമ്മുടെ രതീഷേട്ടൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇറങ്ങാനായി. അപ്പൊ രതീഷേട്ടനെ നേരത്തെ കണ്ടിട്ടാ. രതീഷേട്ടനെ ഫ്രീ ആയിട്ട് കിട്ടിയത്, ഒറ്റക്ക് കിട്ടിയത് ഇപ്പോഴാണ്. ഇത്ര നേരം എല്ലാവരും നടുക്കായിരുന്നു വെച്ചത്. പറയൂ രതീഷേട്ടാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അല്ലേ? എന്തെങ്കിലും. രതീഷേട്ടനൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നവരാ അല്ലേ? കുറച്ച് പേര് ആദ്യത്തെ പരിചയപ്പെട്ടല്ലേ? അതെ അതെ. പിന്നെ കുറച്ച് പേരൊക്കെ നമ്മൾ ആദ്യമായിട്ട് വീഡിയോയിൽ കാണണമെങ്കിലും ആദ്യമായിട്ട് കാണുന്നത് ഹാരിസമ്മ അലി, അവരൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വീഡിയോ കാണാറുണ്ട്. ഫസ്റ്റ് നക്ഷത്രയുടെ പ്രൊമോഷൻ ഞാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഔട്ട് ഓഫ് ടോപ്പിക് ആയിട്ടുള്ള ഒരു പ്രൊമോഷൻ ചെയ്തതും ആദ്യമായിട്ട് നക്ഷത്രയുടെ. അതെ അതെ. രതീഷേട്ടൻ്റെ വൈഫ് എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും അകത്തുണ്ട്. എല്ലാവരും കണ്ടു. അവരൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ വാട്സപ്പ് വഴിയുള്ള ബന്ധമാണ്. അല്ല, എൻ്റെ ഫോൺ പോയപ്പോഴത്തേക്കും എനിക്ക് ആരും കോണ്ടാക്ട്സ് ഇല്ല. അപ്പൊ ചേച്ചി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ്, ഞാൻ പറഞ്ഞു എന്താ അറിവൊന്നും ഇല്ലല്ലോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ആരെങ്കിലും മെസ്സേജ് ചെയ്ത് വരുമ്പോഴേ നമ്പർ സേവ് ചെയ്യുള്ളൂ. അപ്പൊ രതീഷേട്ടാ സന്തോഷം കണ്ടതിൽ. ഓക്കെ, അപ്പോ ആരാന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ആരാന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ.
അപ്പോ ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. ഒത്തിരി സന്തോഷം. ഞാനിപ്പോ പരിചയപ്പെട്ടതാണ്. അതേ സംഭവം തന്നെ, ഒരു വ്യത്യാസമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഒരു ദിവസം ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരണം. എനിക്കെന്ത് മാല വരും പറയൂ, എനിക്കെന്ത് മാല വരും? അല്ല, ഞാൻ ഇന്ന് ക്ഷണിച്ചത്. ഇവിടെ അടുത്ത് തന്നെയാണ്, എടപ്പള്ളി തന്നെ. നക്ഷത്ര ജ്വല്ലറി നിങ്ങളുടെയാണ്? എന്നോട് കഴിഞ്ഞ ദിവസം എന്റെ ഗേൾ ഫ്രണ്ട് ഇതേപോലെ നിങ്ങളുടെ ഒരു മാല ജസ്റ്റ് കാണിച്ചിട്ട് അത് നിങ്ങളുടെ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു പൂ ഇങ്ങനെയാണ് അത് കാണിച്ചിട്ട് കൊള്ളാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും. ഓക്കെ, സെറ്റ്. അപ്പൊ എന്തായാലും സന്തോഷം. ഓക്കെ, സന്തോഷം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ജസ്റ്റ് നമ്മൾ ഇട്ടെന്നേ ഉള്ളൂ. കാരണം ഡൂഡി എന്നൊക്കെ പറയണത് നമ്മുടെ ചങ്ക് ബ്രോയാണ്, സിസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയപ്പോൾ ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി നിങ്ങളെ എത്തിച്ചെന്നേ ഉള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സന്തോഷം, പോയി പങ്കെടുത്തു. നിങ്ങളും കണ്ടല്ലോ, ഞങ്ങളും കണ്ട പോലെ നിങ്ങളും എല്ലാവരും കണ്ടു ഞങ്ങളുടെ ചാനലിൽ കൂടെ. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നമ്മുടെ നക്ഷത്ര 916 Gold and Diamondsന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷംന നക്ഷത്ര സെപ്പറേറ്റ് ഉണ്ട്, അത് പക്ഷെ വീഡിയോ ഇടാറില്ല. എന്നാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. അത് ഇനി പൊക്കിക്കൊണ്ട് വരും ഞങ്ങള്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു.